ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, സുർക്ക, വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ചെമ്പല്ലിയാണ് മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഞാനിത് മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഹാഫ് വേവ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യണത്. മീനെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മീൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സവാള വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല മിക്സ് ആയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മീൻ പൊട്ടിപ്പോവാതെ നോക്കണം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അരി ഇവിടെ ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ റൈസ് സെറ്റായതിന് ശേഷം ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയുടെ പൊടി മേലെ ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. നമുക്കൊരു അരമണിക്കൂർ ദമ്മിന് വെക്കാം. അപ്പോൾ ഇതാ ബിരിയാണി ദമ്മ് പൊട്ടിച്ച് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.